ഹലോ കൂട്ടുകാരെ, മൊബൈൽ ഫോണിൽ അമിതമായി വീഡിയോകളും ഗെയിമുകളും കണ്ടു നടന്ന അർജുൻ എന്ന കുട്ടിയുടെ കഥയാണിത്. മൊബൈൽ ആസക്തിയുടെ അപകടങ്ങൾ. ഒരിടത്ത് അർജുൻ എന്നു പേരുള്ള മിടുക്കനായ കുട്ടി ജീവിച്ചിരുന്നു. അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അവന്റെ മൊബൈൽ ഫോൺ ആയിരുന്നു. അവന്റെ മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നവരായതിനാൽ അത്യാവശ്യ സമയങ്ങളിൽ വിവരമറിയുവാൻ നൽകിയതാണത്. എന്നാൽ അവൻ രാവും പകലും ഗെയിമുകൾ കളിച്ചും വീഡിയോകൾ കണ്ടും കൂട്ടുകാരുമായി ചാറ്റ് ചെയ്തും പോന്നു. അമ്മ, അർജുനെ, പുറത്തുപോയി കളിക്ക്, നിന്റെ കൂട്ടുകാർ വിളിക്കുന്നുണ്ട്. അർജുൻ പുഞ്ചിരിച്ച്, അമ്മേ, ഇനി ഒരു 5 മിനിറ്റ് കൂടി, ഞാൻ ഇപ്പോ വരാം. പക്ഷെ ആ 5 മിനിറ്റ് മണിക്കൂറുകളും ദിവസങ്ങളുമായി മാറി. ദിവസങ്ങൾ കടന്നുപോയി. അർജുൻ ഹോംവർക്ക് ചെയ്യാതെയായി. അവൻ പഠനത്തിൽ ശ്രദ്ധിക്കാതെയായി. കൂട്ടുകാരുടെ കൂടെ കളിക്കാതെയായി. സ്ക്രീൻ മുന്നിലെ വെളിച്ചം അവന്റെ കണ്ണുകൾ തളർത്തി. അവൻ ഉറക്കം നഷ്ടപ്പെടാൻ തുടങ്ങി. ചാറ്റുകളും ഇമോജികളും നിറഞ്ഞ ലോകത്തും അർജുൻ ഒറ്റപ്പെട്ടവനായി തോന്നി. ഇത്രയും ആളുകൾ ഓൺലൈൻ ആണെങ്കിലും എനിക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഫോൺ ബാറ്ററി നശിച്ചു. ഒരു നിമിഷം നിശബ്ദം. അർജുൻ തല പൊക്കി പുറത്തോട്ടു നോക്കി. പാർക്കിൽ കുട്ടികൾ ചിരിച്ച് കളിക്കുന്നു. ക്രിക്കറ്റ് പന്തടിക്കുന്ന ശബ്ദം. ആ ദിവസം മുതൽ അർജുൻ വീണ്ടും കൂട്ടുകാരുടെ കൂടെ കളിക്കാനും ചിരിക്കാനും പഠിക്കാനും തുടങ്ങി. മൊബൈൽ ഒരു നല്ല ഉപകരണമാണെങ്കിലും അതിന്റെ അമിതമായുള്ള ഉപയോഗം ആരോഗ്യത്തിനും പഠനത്തിനും ദോഷമാണെന്ന് അവൻ മനസ്സിലാക്കി. അതുകൊണ്ട് മൊബൈൽ അവശ്യകാര്യങ്ങൾ മാത്രം ഉപയോഗിക്കാനും അതിന്റെ ഉപയോഗത്തിന് സമയപരിധി വയ്ക്കാനും അവൻ തീരുമാനമെടുത്തു. യഥാർത്ഥ ആനന്ദം സ്ക്രീനിനുള്ളിൽ മാത്രമല്ല, മൊബൈലിൽ മുഴുകി നമ്മുടെ യഥാർത്ഥ ജീവിതം നമ്മൾ മറക്കരുത്. അർജുന്റെ അനുഭവം നമുക്കൊരു പാഠമാണ്. മൊബൈൽ ഫോൺ ഇന്ന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഉപകരണമാണ്. എന്നാൽ അത് നമ്മെ ഭരിക്കാൻ തുടങ്ങിയ അപകടമാണ്. അമിതമായ സ്ക്രീൻ സമയം കണ്ണുകൾക്ക് ക്ഷീണമുണ്ടാക്കുകയും ഉറക്കക്കുറവിന് കാരണമാവുകയും ചെയ്യുന്നു. ഓൺലൈനിൽ കൂട്ടുകൂടി നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ യഥാർത്ഥ കൂട്ടുകാരോടും എന്തിന് വീട്ടുകാരോട് പോലും ഇടപഴകാൻ മറന്നു പോകുന്നു. പ്രധാനപ്പെട്ട ജോലികളിലും പഠനത്തിലും നിന്ന് ശ്രദ്ധ തിരിയുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു. സത്യത്തിൽ പ്രശ്നം ഫോണിൻ്റെ അല്ല, നമ്മുടേതാണ്. ഡിജിറ്റൽ ലോകത്തിൻ്റെ വെളിച്ചവും യഥാർത്ഥ ലോകത്തിൻ്റെ എനർജിയും ബാലൻസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് അർജുനെ പോലെ മൊബൈലിനെ ഒരു ഉപകരണമായി കാണാനും ആവശ്യങ്ങൾക്ക് സമയപരിധിയോടെ ഉപയോഗിക്കാനും നമുക്ക് ശ്രമിക്കാം. കഥ ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.